വായിക്കുന്നു. അതുപോലെ ഇവിടെ പാലിക്കുന്ന നിയമങ്ങളുടെ എല്ലാവരുടെ ഉള്ളില് ദൈവതേജസ് വഹിക്കുവാൻ, ആരെ വസിക്കുവാൻ, ഈ ഭവനം ദൈവത്തിന്റെ സാന്നിധ്യത്താൽ നിറയുവാൻ ദൂർമാന കാവൽ കൊടുത്ത് ന്യായ പടകളെന്നും അധികര ജഗതാരക്ഷരാപതായ അധർമ്മിനഖേരിപതി സന്ദർശാരവാക്കായ നികൽക്കാനികദാശിങ്കൽമനാര പന്മനേ ജതത്തെ അതിവേഗനശ്യാരവ ലോകനാരവസ്യാരവ ജഗൽഖനായ നിവദാ സംഗാരവ അലകമനവിജ്ഞാനന്ദ യൂതനുമായ യേശുവിന്റെ അധികാരം അന്ധകാരദേശാധിപതിയെയും അന്യാരാധനാകെട്ടുകളെയും ദുഷ്ടരന്ധനങ്ങളുടെ ആവാഹങ്ങളെയും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സ്വർഗത്തിലെ ദൈവം കാവലെ നിത്യഗ്രഹം കൊടുത്ത് രക്തത്തിൽ സൂക്ഷിച്ച് നാമത്താൽ ബലപ്പെടുത്തി കർത്താവ് ഈ ഭവനത്തിൽ ഹല്ലേലൂയ പാർക്കുന്ന കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിന് ചെയ്യപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ കർത്താവേ. ദൈവം വസിക്കുന്ന ഭവനമായും ദൈവത്തിന്റെ മകൾക്ക് കടന്നു വന്ന് ആശ്വസിക്കാൻ പറ്റിയ സ്ഥാനമായും തീരണം കർത്താവ്. ഇവിടെ ആകാത്തതൊന്നും കടന്നു വരാതെ, ആകാത്തതൊന്നും സംഭവിക്കാതെ ഞാനൊരു കുടുംബയെ സേവിക്കുമെന്ന് പറയുന്ന അതേ അനുഭവം എന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ തലമുറ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ തലമുറകളായി നന്മകൾ അനുഭവിപ്പാൻ സ്വർഗത്തിലെ കരങ്ങളോടെ സമർപ്പിക്കുന്ന കർത്താവേ സ്വർഗത്തിലെ ദൈവം എന്റെ കൃപകളാലും ദുരിതാമത്തെ മഹത്വപ്പെടുത്തണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലുള്ള സകല അനുഗ്രഹങ്ങളും ഇന്നലെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദിവസം അനുഗ്രഹങ്ങളാലും നിറച്ച് സാന്നിധ്യം ബലപ്പെടുത്തി നടത്തിയാട്ടെ. കുടുംബമായി സഹായിച്ചാട്ടെ. എന്റെ പിതാവ് മാതാവ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ എല്ലാവരും നിന്റെ കരങ്ങൾ വയ്ക്കുന്നു. കർത്താവിന്മാർക്കായ സ്തോത്രം. ക്രമയിൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചിലതാവ് മുഖത്തപ്പെടുത്തുകയും ചെയ്യണം. പ്രാർത്ഥനയായിട്ട് സഹായി സ്തോത്രം. നാമത്തിൽ തന്നെ കർത്താവിന്റെ നാമത്തിലെ ഗ്രേസ് കോട്ടേജ് എന്ന ഈ ഭവനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. ഗ്രേസ് കോട്ടേജ് എന്നാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഭവനമായി, അനേകർക്ക് ആശ്വാസം പകരുന്ന ഒരു ഭവനമായി, അനേകരുടെ ഭവനം യേശുവില്ലാത്ത അനേക ഭവനങ്ങൾ ചുറ്റുപാടുണ്ട്. ഇവിടെല്ലാം യേശുവിൻ്റെ ഭവനം പണിയപ്പെടുവാൻ ഈ ഭവനം മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാവർക്കും മക്കൾക്കൊരു പാട്ട്. തുടർന്ന് കർത്താവദാസൻ മാത്യു തോമസാരൻ മുന്നോട്ട് വന്ന സമയം ദൈവത്തിൻ്റെ വചനം സംസാരിക്കുന്നതായിരിക്കും.
ധന്യനായ അതിപരിശുദ്ധനായ കർത്താവിൻ്റെ മുഖത്തുള്ള നാമത്തിലെ കർത്താവിൽ ധന്യരായിരിക്കുന്ന കർത്താവിൻ്റെ വയലിൽ അഹോരാത്രം പ്രവർത്തിക്കുകയും കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി അനേകരെ കർത്താവിലേക്ക് നേടുകയും ചെയ്ത കർത്താവിൻ്റെ ദാസന്മാരുടെ മധ്യേ വെളിവനായ എനിക്ക് ഇങ്ങനെയൊരു യോഗ്യത ഉണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. എങ്കിലും അവരുടെ അനുവാദത്തോടുകൂടെ നിങ്ങളുടെ മധ്യേ ആയിരിക്കാൻ കൃപ നൽകിയ സർവകൃപാലുവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ അവർക്ക് വന്ദനവും ഈ ഭവനത്തിലുള്ള മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ഞാൻ പുത്രതുല്യനായി സ്നേഹിക്കുന്ന പ്രിയ ബിജുവിനും കുടുംബത്തിനും കുഞ്ഞ് എന്ന് പറയുന്ന ഇളയ സഹോദരനും ബാക്കിയുള്ള സഹോദരങ്ങൾക്കും എളിയവനായി ഞാൻ കുടുംബമായി വന്ദനം പറയുന്നു. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഈ ഭവനത്തിൽ ഞാൻ നിൽക്കുന്നത്. 80കളുടെ ആരംഭത്തിലാണ് പ്രിയ ബിജുവിനെ ഒരു ബാലനായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു കുഞ്ഞായി ഓടി വരുമ്പോൾ എനിക്ക് ആ കാഴ്ചയാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പതിഞ്ഞു നിൽക്കുന്നത്. അന്ന് മുതൽ 30 വർഷങ്ങളായി പ്രിയ മകനോട് ഉള്ള ബന്ധം, ക്രിസ്തുവിലുള്ള ആ വലിയ ബന്ധം പുലർത്തുവാൻ തക്കൊണ്ട് എനിക്കിടയായി. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ്. താൻ ഓടി വരുമ്പോൾ മൂത്ത പയ്യങ്ങളിൽ മക്കളെല്ലാം കൂടെ ഓടിയെന്ന് പറയും, ഏഞ്ചൽ ബിജു വന്നു, ഏഞ്ചൽ ബിജു വന്നു. വാതുക്കൾ കാണുമ്പോൾ തന്നെ ഏഞ്ചൽ വന്നു എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഒരു ദൈവദൂതൻ കയറി വരുന്നത് പോലുള്ള ഇഫക്റ്റായിരുന്നു പ്രിയ മകൻ വീട്ടിൽ കടന്നു വരുന്നത്. അതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിലെ സമർപ്പണം എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ലോകപ്രകാരം ഏറ്റവും നല്ല ജോലിക്ക് പോകാമായിരുന്നെങ്കിലും വലിയ സമർപ്പണം, ഞാൻ മറ്റാരിലും കാണാത്ത വലിയ സമർപ്പണം, ക്രിസ്തുവിനെ നേടേണ്ടതിനും ക്രിസ്തുവിന് വേണ്ടി നേടേണ്ടതിനും സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച ഒരു റോൾ മോഡലായി താനും തൻ്റെ കുടുംബവും ഇരിക്കുന്നു എന്നുള്ളത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ മകനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന മാതാപിതാക്കന്മാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്ര മാത്രം ധന്യമായ ഒരു ജീവിതത്തിലെ ഒരു റോൾ മോഡലാണ് കുടുംബം. അവർ 2 കുടുംബത്തിൽ വളർത്തപ്പെട്ടവരായിരുന്നെങ്കിലും അവരെ ഒരു ശരീരമായി തീർന്നു. അവർ 2 വീട്ടിലായിരുന്നെങ്കിലും ഒരു വീട്ടിലായി തീർന്നു. അവർക്ക് 2 പേരായിരുന്നെങ്കിലും അവർക്ക് ഒരു പേരായി തീർന്നു. അവർക്ക് 2 ഇഷ്ടമായിരുന്നെങ്കിലും ഒരു ഇഷ്ടത്തിൻ്റെ ഉടമകളായി മാറി. അവർക്ക് 2 തരത്തിലുള്ള സ്നേഹമായിരുന്നെങ്കിലും ഒരു സ്നേഹത്തിൻ്റെ പങ്കാളികളായി മാറുവാനിടയായി തീർന്നു. അവർ ക്രിസ്തുവിൽ ഒന്നായി തീരുവാനിടയായി തീർന്നു. അവർക്ക് 2 പേഴ്സായിരുന്നെങ്കിലും ഒരു പേഴ്സിൻ്റെ ഉടമസ്ഥാവകാശത്തിലായി തീർന്നു. അവർ 2 പേരും ക്രിസ്തുവിൽ ഒന്നായി തീരുവാനിടയായി തീർന്നു. സേവനത്തിൽ ഒന്നായി തീരുവാനിടയായി തീർന്നു. അതുപോലെ നിത്യതയിലും അവരൊന്നായിരിക്കും. ഇത്ര മനോഹരമായ ഒരു റോൾ മോഡലായ കുടുംബത്തെ നമുക്ക് തന്നതുകൊണ്ട് അവർ നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. 10 കാര്യങ്ങളിൽ അവരൊന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും ഉന്നതമായ നിലവാരം 10 കാര്യങ്ങളിൽ അവരൊന്നായിരിക്കും. ആ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത്ര നല്ല റോൾ മോഡലായി ഞങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളോടൊപ്പം ഹിമാലയത്തിൻ്റെ അടിവാരത്തിൽ കർത്താവിനെ സേവിക്കുമ്പോൾ എന്നോട് വന്ന് പറയുമ്പോൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണ്ടായോ? ഇല്ല സാർ, ഞാൻ പോവുകയാണ്. എനിക്കൊന്നും പറയാനില്ലായിരുന്നു. പ്രാർത്ഥിച്ച് പഴങ്ങളെ അവിടേക്ക് അയക്കുവാനുള്ള സന്ദർഭം എനിക്ക് ലഭിച്ചു. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചു. ഈ പൈതങ്ങൾ പാർക്കുന്ന ഈ ഭവനം ഇതുപോലെ പൂർത്തീകരിക്കുവാനും എല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുവാനും ഇങ്ങനൊരു സന്ദർഭം എനിക്കും കുടുംബത്തിനും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇനി അധികമായി മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. കർത്താവിൻ്റെ ദാസൻ ജോർജ് ജോസഫ് അവരുടെ അനുവാദത്തോടെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം വളരെ ഷോർട്ടായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നതാണ്. വാക്കുകൾ വളരെ ചുരുക്കം, ദൈവസേനയിൽ ചുരുക്കമായ വാക്കുകൾ പറയുന്ന ഒരു ചുരുക്കം ചില ദൈവദാസന്മാരിൽ ഒരുവനാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ബഹുലമായി തീരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഏറ്റവും സന്തോഷമായ ഒരു കാര്യം, കർത്താവ് ലോകത്തിലായിരുന്ന കാലത്ത് മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1-ാം വാക്യം, യേശു വീട്ടിലുണ്ടെന്നുള്ള വാർത്ത നാടെങ്ങും പരന്നു എഴുതിയിരിക്കുന്നു. യേശു വീട്ടിലുണ്ട്. ഉടമസ്ഥന്റെ പേരില്ല, ആരാണ് അവിടെ താമസിക്കുന്നത് അറിഞ്ഞുകൂടാ.
പക്ഷേ അതിന് ചുറ്റും പുരുഷാരം വന്ന് കൂടിയിരിക്കുകയാണ്. അവിടെയുള്ള എല്ലാവരും ആ വീട്ടിൽ വന്നിരിക്കുകയാണ്. യേശുള്ള വീട്ടിൽ ആ പ്രദേശം മുഴുവൻ ഇളകി, കഫർന്നൗം മുഴുവൻ ഇളകി. എവിടെയാണ്? യേശുള്ള വീട്ടിലേക്ക് യാത്രയായി. എനിക്ക് പലപ്പോഴും സന്തോഷമുള്ള ഒരു വാക്യമാണ് യേശുള്ള ഭവനം. തൻ്റെ അഡ്രസ്സ്, ആ ഉടമസ്ഥൻ്റെ അഡ്രസ്സ് താൻ എൻ്റെ വീടെന്ന് പറയുന്നില്ല. യേശുള്ള വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഫർന്നൗമിൽ എല്ലാവർക്കും അറിയാം അത് എവിടെയാണെന്നുള്ളത്. അവിടെയൊക്കെ ആൾക്കാർ വരികയാണ്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുവാൻ വരുന്നതാണ്. യേശുള്ള വീട്ടിലേക്ക് വരുമ്പോൾ അവര് സ്ഥലം പോരാതെ വന്നതുകൊണ്ട് ആ യേശുള്ള വീടിൻ്റെ മേൽക്കൂര പോലും പൊളിച്ചു കളഞ്ഞു. അത്ര മാത്രം യേശുള്ള വീടിൻ്റെ ആ നിറവ് എത്ര വലുതാണ്. അതുപോലെ എനിക്ക് വേറൊരു വീടിനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശുള്ള വീടെന്ന്, യേശുവിൻ്റെ വീടെന്ന് പറയുന്ന ഒരു വീട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ പലപ്പോഴും അന്വേഷിച്ചിട്ടുണ്ട്. അങ്ങനെ യേശുവിൻ്റെ വീടെന്ന് പറയുന്ന ഒരു വീട് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ പലപ്പോഴും ഈ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികളുടെ വീടുകളുടെ പേരെല്ലാം മരത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. അതെന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. മുളമൂട്ടിൽ, ആഞ്ഞിലിമൂട്ടിൽ, പ്ലാമൂട്ടിൽ, താന്നിമൂട്ടിൽ, എല്ലാം മൂട്ടിലാണ്. ക്രിസ്ത്യാനികളുടെ വീടെല്ലാം മരമൂട്ടിലാണ് എന്നുള്ളത് ഓർക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരു പക്ഷേ നമ്മുടെ ആദാമും ഹവ്വയും പാപം ചെയ്ത് അവർക്ക് ഒളിക്കാനുണ്ടായിരുന്ന സ്ഥലം മരത്തിൻ്റെ മൂടായിരുന്നു. അതിൻ്റെ പിന്തുടർച്ച അവകാശത്തിൻ്റെ പേരിലായിരിക്കാം എല്ലാവരും മരമൂട്ടിൽ ഒളിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷേ മരമൂട്ടിൽ ഉള്ള ആ വീട് ഒരു പക്ഷെങ്കിൽ മരമൂട്ടിൽ ഒളിക്കുവാനല്ല ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. മരത്തിൽ കയറിയ ആളിൻ്റെ അകത്ത് വസിക്കുവാനാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മരത്തിൻ്റെ മൂട്ടിലല്ല, മരത്തിൽ കയറിയ ആളിൻ്റെ വീട്ടിൽ താമസിക്കുവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതാണ് അവിടെ വ്യക്തമാക്കുന്നത്. കഫർന്നൗമിലെ വീട്ടിലെ ക്രിസ്തുവുള്ള ഭവനമായി തീർന്നു എന്ന് നാം വായിക്കും. ഇതുപോലെ ഈ ഭവനം അറിയപ്പെടേണ്ടത് എന്തായിരിക്കണം? ഓ, യേശുള്ള വീട്. ഈ പ്രദേശത്ത് തിരുവല്ലായിൽ യേശുള്ള വീട് എന്നറിയപ്പെടുവാൻ ദൈവം ഈ ഭവനത്തിന് ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം അവർ ഹിമാചൽ പ്രദേശത്തേക്ക് പോവുകയാണ്. പിന്നെ ഇവിടെ യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഭവനം ഈ പ്രദേശത്ത് യേശുവിൻ്റെ വീട് എന്ന് അറിയപ്പെടും. അവരെ കൃപാഭവനം എന്നാണല്ലോ ഇട്ടിരിക്കുന്നത്. കൃപ വസിക്കുന്ന ഈ മനോഹരമായ ഭവനത്തെ ദൈവം സർവാത്മന അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി കുടുംബമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. യേശുള്ള ഒരു ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിലേക്ക് വരികയുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറപ്പെട്ടപ്പോൾ അവരുടെ ഭവനങ്ങളുടെ ഒരു മാതൃകയായിരിക്കണം യേശുള്ള ഭവനം. ഇസ്രായേൽ മക്കൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് മോശ പറഞ്ഞു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണം. വീടിൻ്റെ കീഴ്ക്കാലിന്മേലും കുറുമ്പടിമേലും കുഞ്ഞാടിൻ്റെ രക്തമുള്ള വീടായിരിക്കണം. അപ്പോൾ ക്രിസ്തുവുള്ള ഒരു ഭവനത്തിൻ്റെ ലക്ഷണം കുഞ്ഞാടിൻ്റെ രക്തവിളപ്പിൽ വസിക്കുന്ന ഒരു ഭവനം. നമ്മുടെ ഭവനം അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എൻ്റെയും നിങ്ങളുടെയും ഭവനം അതിൻ്റെ കട്ടിൽക്കാലിന്മേലും കുറുമ്പടിമേലും ഉള്ളത് ആ സിംബോളിക് അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവർ, ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ വസിക്കുന്നവർ അവൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്നവരായിരിക്കും. ആ ഭവനത്തിലേക്ക് നമ്മൾ കടന്നു നോക്കിയാൽ ഒരു ആടിനെ അവരെ കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവുള്ള ഭവനത്തില് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വളയപ്പെട്ട ആ അന്തരീക്ഷത്തില് അവർ ക്രിസ്തുവിൻ്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ വചനം ഭക്ഷിക്കുന്നവരായിരിക്കണം. ക്രിസ്തുവുള്ള ഭവനത്തിൽ ഭക്ഷിക്കുവാനുള്ളത് ക്രിസ്തുവിൻ്റെ വചനമായിരിക്കണം. അതുപോലെ തന്നെ വീണ്ടും അവിടെ വെട്ടമുണ്ട്. അത് ആ വെട്ടം എന്ന് പറയുന്ന ആടിനെ കൊന്ന ആടിന്റെ കൊഴുപ്പ് കത്തിച്ച വെളിച്ചമാണ്. എന്ന് പറഞ്ഞാൽ കുഞ്ഞാടിന്റെ വെളിച്ചത്തിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവുള്ള ഭവനത്തില് രക്തവിളപ്പിൽ ജീവിക്കുന്നവരായിരിക്കും. ക്രിസ്തുവുള്ള ഭവനത്തില് ദൈവവചനം ഭക്ഷിക്കുന്നവരായിരിക്കും. ക്രിസ്തുവുള്ള ഭവനത്തില് കർത്താവിന്റെ വെളിച്ചത്തിൽ വസിക്കുന്നവരായിരിക്കും. ക്രിസ്തുവുള്ള ഭവനത്തില് അവർ തങ്ങളെ കൊണ്ട് എണ്ണുന്നത് ഈ ഭവനം ഞങ്ങളുടേതല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. ഞങ്ങളിവിടെ പ്രവാസികളാണ്, ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പോകുവാനൊരു വിളിയുണ്ടാകും. അതുകൊണ്ട് ആ വിളിക്ക് കാതോർത്ത് ജീവിക്കുന്നവരാണ് അവര്. ഞങ്ങൾ ഇവിടുത്തുകാരല്ല, ഞങ്ങളുടെ ഓരോരുത്തർ ഇവിടെയല്ല, ഞങ്ങളുടെ ഓരോരുത്തരും സ്വർഗത്തിലാണ്.
അവിടുന്ന് കർത്താവ് വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അതിനുവേണ്ടി ഒരുക്കത്തോടെ ഇരിക്കുന്ന ഒരു ഭവനമാണ്. അവര് വസ്ത്രം ധരിച്ച് അരകെട്ടി വടിയും പിടിച്ച് ആണ് അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് വിളി ഉണ്ടാകുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരുക്കത്തോടെ ക്രിസ്തുവിന്റെ വരവിന് വേണ്ടി ഒരുക്കി കാത്തിരിക്കുന്നതായ ഒരു ഭവനമായി അത് കാണുന്നു. നമ്മുടെ ഭവനം അങ്ങനെയാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു ക്രിസ്തുവിന്റെ ഭവനത്തില് ക്രിസ്തുവിന്റെ വെളിച്ചം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ ഭവനത്തില് ദൈവവചന ധാന്യവും ദൈവവചനത്തിന്റെ ഭോജനം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിന്റെ ഭവനത്തില് കർത്താവിന് വേണ്ടി ഒരുക്കമുള്ള ഒരു കൂട്ടരായിരിക്കണം. അര കെട്ടിയിരിക്കണം, വിളക്ക് കത്തിയിരിക്കണം, എപ്പോൾ വിളിച്ചാലും പോകുവാൻ റെഡിയായിരിക്കണം എന്നുള്ളതായ ഒരു സംവിധാനമാണ് ക്രിസ്തുവിന്റെ ഭവനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ ഭവനം അങ്ങനെയാണോ? ക്രിസ്തുവിന്റെ ഭവനത്തില് ഉള്ളവര് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെന്നാണ് പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിന്റെ ഭവനമത്രേ എന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു. നാം ക്രിസ്തുവിന്റെ ഭവനമാണോ? ഇവിടെ ഇരിക്കുന്നവരുടെ ഭവനം ക്രിസ്തുവിൻ്റെതാണോ? യേശു ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവനെല്ലാം ശപിക്കപ്പെട്ടവൻ എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവന്റെ ഭവനമെല്ലാം ക്രിസ്തുവിൻ്റെതായിരിക്കണം. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവനാണെങ്കിൽ തീർച്ചയായും ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അങ്ങനെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് അറിയണമെങ്കിൽ യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം 15-ാം വാക്യത്തിലുള്ള കാര്യങ്ങൾ ആ വീട്ടിൽ നടക്കണം. അവിടെ ഉള്ളവരെല്ലാം ഒരാൾക്ക് വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. നീതിയായി നടക്കുന്നവരായിരിക്കും അവിടെ ഉള്ളത്. നീതി, അവരുടെ കാലുകൾ എപ്പോഴും നീതിക്ക് വേണ്ടി മാത്രം നടക്കുന്നതാണ്. അനീതിയുടെ സ്ഥലത്തേക്ക് അവർ നടന്നു പോകുന്നവരല്ല. ക്രിസ്തുവിന്റെ ഭവനത്തിലുള്ള ഒരു നീതിക്ക് വേണ്ടി നടക്കുന്നവരാണ്. അടുത്തത്, അവരുടെ വായ എന്തിനു വേണ്ടി മാത്രമുള്ളതാണ്? നേര് പറയാനുള്ളത് മാത്രമാണ്. അവരുടെ കൈകൾ എപ്പോഴും പീഡനത്താലുള്ളതായ കൈക്കൂലി കുടഞ്ഞു കളയുന്നവരാണ്. ദ്രവ്യാഗ്രഹം ഇല്ലാത്തവരായിരിക്കും. രക്തപാതകത്തെ കുറിച്ച്, അതായത് അവരുടെ വീട്ടിലെ വാർ ഫിലിംസ് TV കാണത്തില്ല, ഹെൽവിഷൻ ഇല്ല. ഹെൽവിഷനുള്ള ഒരു വീടും കർത്താവിന്റെ അല്ല. ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ കാണാത്ത ഒരു വീടായിരിക്കും അത്. അവിടെ എന്തില്ല? ഹെൽവിഷൻ ഇല്ല. അവിടെ കൊലപാതകത്തെ കുറിച്ച് കാണുന്ന അടിയും പിടിയും മമ്മൂട്ടിയും കുഞ്ഞൂട്ടിയും അടിക്കുകയും ഇടിക്കുകയും തൊഴിക്കുകയും കാണുന്ന ഒരു വീടല്ലത്. നിങ്ങളുടെ വീട് അങ്ങനെയാണോ? എങ്കിൽ ശപിക്കപ്പെട്ടതാണ്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നുന്നു. നിങ്ങളുടെ വീട് ആരുടേതാണ്? നിങ്ങളുടെ വീട് ആരുടേതാണ്? അവിടെ അനാവശ്യം കാണിക്കുന്നവരെ കാണാനുള്ള വീടല്ല. 101-ാം സങ്കീർത്തനത്തിൽ എന്ത് പറയുന്നു? എന്റെ വീട്ടിൽ ഞാനൊരു നിഷ്കളങ്ക മാർഗത്തിൽ നടക്കും, എന്റെ കണ്ണിന് മുമ്പിൽ. ക്രിസ്തുവിന്റെ വീട്ടിലൊരു നീചകാര്യം ഉണ്ടെങ്കിൽ നീ ശപിക്കപ്പെട്ടവൻ. നിന്റെ വീട് എങ്ങനെയുള്ളതാണ്? നിന്റെ മക്കൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണോ? എങ്കിൽ മക്കൾ ശപിക്കപ്പെട്ടവരാകും. നിന്റെ വീട്ടിൽ അതിരിക്കാൻ പാടില്ല. നിന്റെ കാലുകൾ നേർ നടക്കുന്ന വഴിയിൽ നടക്കുവാനുള്ളതാണ്. നിന്റെ വായ നേർ പറയാനുള്ളതാണ്. നിന്റെ കൈകൾ സൽപ്രവർത്തിക്കാനുള്ള കൈകളാണ്. നിന്റെ വീട്ടില് ഒരു നീച കാര്യം കാണാൻ പാടില്ല. നീ വായിച്ചട്ടെ. ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈകൊടുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി കുത്തുകയും. രക്തപാതം ഇപ്പൊ എല്ലാ വീട്ടിൽ ചെന്നാൽ ഇടിയും തൊഴിയുമുള്ള ഫിലിംസാണ്. വീട്ടിൽ ചെല്ലാനൊക്കത്തില്ല. സീരിയൽ കാണാൻ പിള്ളേർ ഓടുകയാണ്. അവരിടിക്കുന്നത് ഇവര് തൊഴിക്കുന്നതും കാണാൻ. പ്രിയമുള്ളവരെ, അത് പിശാചിന്റെ ഭവനമാണെന്ന് ഞാൻ പറയും. നിങ്ങളുടെ ഭവനം ആരുടെ ഭവനമാണ്? ദൈവത്തിന്റെ ഭവനമാണെങ്കിൽ അവിടെ ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷമുണ്ടായിരിക്കും. ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്ര സ്തുതികളുടെ ഭവനമായിരിക്കണം ക്രിസ്തുവിന്റെ ഭവനമെന്ന് നാം ഓർക്കണം. ശപിക്കപ്പെട്ടവരെ പോകുവീൻ എന്ന് പറയുവാനിടയാകരുത്. അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ എന്ന് പറയുന്ന വഴി കേൾക്കുവാൻ നമുക്കിടയാണെങ്കിൽ നമ്മുടെ ഭവനങ്ങൾ ക്രിസ്തുവിന്റെ ഭവനമായി തന്നെ ഇരിക്കണം. നിങ്ങൾ അവന്റെ ഭവനമല്ലോ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ദൈവമക്കളാകണം, ക്രിസ്ത്യാനികളാകണം. നിങ്ങളുടെ ഭവനം ആരുടെ ഭവനമാണ്? പിശാച് എന്നവന്റെ ഭവനമാണോ? എങ്കിൽ അവിടെ കണ്ണിന് മുമ്പിൽ നിങ്ങൾ നീചകാര്യങ്ങൾ വെക്കും. രക്തപാതത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം അവിടെ
കേട്ടുകൊണ്ടിരിക്കും. ഇനി അടുത്തത് വായിച്ചാൽ ദോഷത്തെ കണ്ട് ഒരിക്കലും രസിക്കയില്ല. കണ്ണടച്ചു കളയും. ദോഷത്തെ കുറിച്ചുള്ളതായ കാര്യങ്ങൾ കാണുമ്പോൾ കണ്ണടച്ചു കളയും ചെയ്യുന്നവൻ ക്രിസ്തുവിനുള്ളവനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും. അവൻ ക്രിസ്തുവാകുന്ന പിളർന്ന പാറയുടെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ താമസിക്കുമ്പോഴും പാറക്കോട്ടയ്ക്കുള്ളിൽ നമ്മൾ നിർഭയരായി വസിക്കുന്നവരായിരിക്കും. പിളർന്നൊരു പാറയെ ഇനി ഞാൻ മറയട്ടെ എന്ന് പാടുന്ന പാട്ടുള്ള വീടായിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ആരാണ്? ഏത് വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത്? പിളർന്ന ഒരു പാറയുടെ വിള്ളലിലാണോ നീയും ഞാനും താമസിക്കുന്നതെന്ന് തീരുമാനിക്കണം. അടുത്തത് അവന്റെ അപ്പം അവന് കിട്ടും. നീ വേറെ ഒന്നും പോകണ്ട, നിന്റെ അപ്പം നിനക്ക് കിട്ടിയിരിക്കും. അവന്റെ വെള്ളം ഒരിക്കലും മുട്ടിപ്പോകയില്ല. അവൻ കർത്താവായ യേശു മടങ്ങി വരുമ്പോൾ നിന്റെ രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ കാണും. വിശാലമായ പരദീസയിൽ ഈ ഭൂമി വിട്ട് നീ എത്തിച്ചേരും. ഹല്ലേലൂയ. ഇതാണ് ഒരു ക്രിസ്തുവിന്റെ ഭവനം. യേശുള്ള ഭവനമായി തീരുവാൻ നിങ്ങളും ഞാനും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഭവനം ഏതെന്ന് ഇന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ടവരാണ്. അനുഗ്രഹിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ഭാഗ്യവാനാണ്. ഭാഗ്യവാൻ എങ്ങനെയുള്ളവനായിരിക്കും? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും. നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാല് കഴിക്കും. കാല് കഴിച്ചാൽ എന്ത് ചെയ്യും? നിൽക്കും. നിൽക്കുന്നത് എവിടെയായിരിക്കും? ഭാവിയുടെ വഴിയിലായിരിക്കും. നിങ്ങളുടെ ഭവനം അങ്ങനെയാണോ? നിങ്ങൾ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കുന്നുവെങ്കിൽ നിങ്ങൾ നിൽക്കുന്നത് ഭാവിയുടെ വഴിയിലായിരിക്കും. അടുത്തത് ഭാവിയുടെ വഴി നിൽക്കാതെയും കാല് കഴിച്ചാൽ ഇരുന്നേ ഒക്കെ ഉള്ളൂ. നീ ഇരിക്കുന്നത് എവിടെയായിരിക്കും? പരിഹാസികളുടെ ഇരിപ്പിടത്തിലായിരിക്കും. അടുത്തത് ക്രിസ്തുവാകുന്ന ശരീരത്തെ ഭുജിച്ചുകൊണ്ട് രാവും പകലും അതിൽ സന്തോഷിച്ച് അതിൽ ആനന്ദിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവൻ. ഒരു നാൾ ചെമ്മരിയാടിനെയും കോലാടിനെയും തിരിക്കുന്നത് പോലെ ജനങ്ങളെ തിരിക്കുമ്പോൾ ഇടത്തുള്ളവരോട് പറയും, പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുങ്ങിയിട്ടുള്ളവരെ പോവി. എന്നാൽ വലത്തുള്ളവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവേ. നിങ്ങൾക്ക് ഏത് വിളിയായിരിക്കും നിങ്ങളുടെ വീട്ടിൽ കിട്ടുക? ഇന്ന് പോൽക്കാലം സമയം വളരെ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭവനത്തിൽ ഒരു റോൾ മോഡലായി 10 കാര്യങ്ങളിൽ ഒന്നായിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതത്തെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവര് അന്യോന്യം ക്രിസ്തുവിന്റെ ഭയത്തിൽ കീഴ്പ്പെടുന്നവരാണ്. ഈ ഒരു വീട്ടിലെപ്പോൾ ഉണ്ടായിരിക്കേണ്ട ചുമതല എന്തൊക്കെയാണ്? ഭാര്യ ഭർത്താവിന് കീഴടങ്ങി. എഫേസ്യ ലേഖനം 5:21 ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം. ഈ ഭവനത്തിൽ ക്രിസ്തുവിന്റെ ഭയത്തിൽ അവർ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുന്നവരായിരിക്കും. അവരെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം ബഹുമാനിക്കുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം ആശ്രയിക്കുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം ക്ഷമിക്കുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം സ്നേഹിക്കുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ ഭവനത്തിൽ അവർ ഒന്നിച്ച് സേവിക്കുന്നവരായിരിക്കും. അവർ ക്രിസ്തുവിന്റെ ഭവനത്തിൽ പ്രാർത്ഥനയിൽ ഒന്നായിരിക്കും. അങ്ങനെയുള്ള ഒരു ഭവനമായി നമ്മുടെ ഭവനമുണ്ടോ? കർത്താവ് വരുമ്പോൾ എടാ കാലമാടാൻ വരുന്നുവെന്ന് പിള്ളേരോട് പറയുന്ന ഭവനങ്ങളാണ് ക്രിസ്തീയ ഭവനങ്ങളെല്ലാം. എവിടെയായി കഴുത എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നതായ മദ്യപന്മാരെയാണ് നമ്മുടെ ക്രിസ്ത്യാനികളുടെ വീട്ടിൽ പലരും കാണുന്നത്. കുഞ്ഞുങ്ങൾ ഓടി വരുമ്പോൾ കാലമഴ കുട്ടിച്ചാത്തന്മാർ വന്നു എന്ന് പറയുന്ന വീടുകളുണ്ട്. പിശാചിന്റെ ഭവനമാണ്. നിന്റെ ഭവനം ക്രിസ്തുവിന്റെ ഭവനമാണോ എന്നുള്ളത് ഇന്ന് തീരുമാനിച്ചിട്ടേ ഇവിടുന്ന് പോകാവുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനം ക്രിസ്തുവിന്റെ ഭവനമായിരിക്കണം. ഒരു നാളിവിടേക്ക് കരേറി വരൂ എന്നുള്ളതായ വാക്ക് കേൾക്കുവാൻ കാതോർത്ത് നിൽക്കുകയാണ്. വിശാലമായ ദേശത്തേക്ക് നമ്മൾ പോകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ അനുഷ്ഠിച്ചതായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ ഒഴിയുള്ളവരായിരിക്കണം. ഒരു നീചകാര്യം കുഞ്ഞുങ്ങളെ കാണിക്കരുത്. ഒരു നീചകാര്യത്തിന് പങ്കാളികളാകരുത്. നമ്മുടെ ഭവനം കർത്താവിന്റെ വെളിച്ചമുള്ള ഭവനമായിരിക്കണം. അവിടെ ഒരിക്കലും
പൊട്ടച്ചൽ കളിവാക്ക് ചേർച്ചയല്ലാത്തത് ഒന്നും അരുത്. പൊട്ടച്ചൽ പറയുന്ന ഒരു വീടാകരുത്, കളിവാക്ക് പറയുന്ന ഒരു വീടാകരുത്. പിന്നീട് വ്യർത്ഥമായ വാക്കുകൾ പറയുന്ന വീടുകളായിരിക്കരുത്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്.